ഹായ് ഓൾ, എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമുക്ക് ഇന്നലെ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് ആൻഡ് ഇന്ന് നല്ല പോസിറ്റീവ്. സോ വോളറ്റാലിറ്റി ഇൻ മാക്സിമം എന്ന് പറയാം. ബട്ട് അപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു, ഒരിക്കലും മാർക്കറ്റ് മീൻസ് നെഗറ്റീവ് ആവുമ്പോഴും നമ്മൾ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നമ്മൾ മീൻസ് 4 hour ടൈം ഫ്രെയിം വെച്ച് നോക്കുന്നുണ്ട്, വീക്കിലി, ഡെയിലി. എല്ലാത്തിലും നമ്മൾ കുറച്ച് ലാർജ് ടൈം ഫ്രെയിമിൽ വെച്ചിട്ട് വേണം ഫുൾ മാർക്കറ്റ് അത് ഔട്ടായോ ഇല്ലേ എന്നുള്ളത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് അത് മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ ഏത് ലെവലിൽ വേണമെങ്കിലും മാർക്കറ്റ് തിരിച്ചു പോവാം ആൻഡ് അതിനുള്ള ചാൻസസ് ഹയർ ആണ്. ആൻഡ് ഇന്നലെ നമുക്ക് FIDA ഡാറ്റ ആണെങ്കിൽ നമുക്ക് ഫുള്ള് നെഗറ്റീവ് ആയി, ബട്ട് ഇന്ന് നേരെ തിരിഞ്ഞിട്ടുണ്ട്. സോ അപ്പൊ അങ്ങനെ രണ്ട് രീതിയിലും എല്ലാ ദിവസവും അങ്ങാടും ഇങ്ങാടും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. റീറ്റെയിലേഴ്സ് ആണ് ഇതിൽ ശരിക്കും പെടണത്. അപ്പൊ ലെവൽസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നതും. ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആണ് ചെയ്യുന്നതും. ആൻഡ് അത് തന്നെയാണ് നമ്മൾ ഇന്നലെ നമ്മൾ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ചെറിയൊരു ട്രേഡിന്റെ ഇത് സെറ്റപ്പും ചെയ്തായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 6% മീൻസ് 7% ആണ് നമ്മൾ ഇന്ന് ട്രേഡ് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞത്. സോ അങ്ങനത്തെ രീതിയിലുള്ള ട്രേഡ്സ് എടുക്കുക. ബിക്കോസ് നമുക്ക് ആ ട്രേഡിന്റെ സെറ്റപ്പ് തന്നെ നമുക്ക് താഴേക്ക് എത്ര പോയാലും നമ്മുടെ ലോസ് ലിമിറ്റഡ് ആണ്. നമുക്ക് അതിൽ കൂടുതൽ ഒരു മിനിമം ലോസിൽ കൂടുതൽ വരില്ല. ബട്ട് അവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ റേഞ്ച് കയറി പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പ്രോഫിറ്റും ബുക്ക് ചെയ്യാം. സോ അങ്ങനത്തെ ട്രേഡാണ് നമ്മൾ ഇന്നലെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. ഇന്ന് ഓൾമോസ്റ്റ് അത് പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. എന്നാലും ചെറിയ പ്രോഫിറ്റിലാണെങ്കിലും മീൻസ് 7% പ്രോഫിറ്റ് ആണ്, അത് ഹ്യൂജ് ആണ്. അതിനെ കുറക്കണമല്ല. ബിക്കോസ് നിങ്ങൾ പ്രോഫിറ്റിനെ കുറച്ചൊന്ന് കൂട്ടി കൊണ്ടുവരാം. അവിടെ ലോസിനെ ലിമിറ്റ് ചെയ്തും വെക്കാം. മീൻസ് ലോസിനെ ലിമിറ്റ് ചെയ്യാന്ന് ഉദ്ദേശിച്ചത് നല്ല ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലോസ് വന്നാലും നിങ്ങൾക്ക് പ്രശ്നം വരരുത്. സോ അതേ രീതിയിൽ നിങ്ങൾ മാർക്കറ്റിനെ സമീപിച്ചാൽ ഈസി ആയിട്ട്, നമ്മൾ എല്ലാ ദിവസവും പറയുന്ന കാര്യമാണ്, എന്നാലും അതാണ് നമുക്ക് മാർക്കറ്റിൽ ഈ ഒരു വോളറ്റൈലിറ്റി എന്ത് വന്നാലും നമ്മൾ ഫേസ് ചെയ്യാനും നമുക്ക് നാളെയും നമുക്ക് മാർക്കറ്റിൽ നിൽക്കാനും ഉള്ള ഏറ്റവും നല്ല മാർഗമാണ് ഞാൻ പറഞ്ഞത്. സോ എല്ലാവരും ആ കാര്യങ്ങളെ കൂടി ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടായ ജസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ഇന്നലെ ഓൾറെഡി കൊടുത്ത ട്രേഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇന്ന് അത് 4.3% പ്രോഫിറ്റ് ഫസ്റ്റ് ടൈം വന്നു. സെൽഫേഴ്സിന് അത് സിമ്പിളായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ദെൻ പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് മീൻസ് അത് നിഫ്റ്റി കയറിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. സോ അപ്പോൾ 7% പ്രോഫിറ്റ് ആണ് അതിലുണ്ടായത്. ആൻഡ് ഇത് ഒരാളുടെ നമ്മൾ പ്രോഫിറ്റ് അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കുക. ആൻഡ് നമ്മളെപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ലോ സ്ട്രാറ്റജി എടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായിട്ട് തന്നെ പോകാം. സോ അപ്പോൾ നമ്മൾ ഇനി ടൈം കളയുന്നില്ല, നമ്മുടെ ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. ആൻഡ് അത് കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള ലെവൽസ് കാര്യങ്ങൾ പറയാം. അപ്പൊ ഇന്നലത്തെ ലോവിന് ശേഷം ഇന്ന് നമുക്കൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു, ബട്ട് സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ദെൻ ഡിമാൻഡ് സോൺ. ഡിമാൻഡ് സോണിന്റെ ഇമ്പോർട്ടന്റ് കണ്ടില്ല, കറക്റ്റ് ഡിമാൻഡ് സോണിൽ നിന്നാണ് എന്താണ് ഒരു ഹാമർ പാറ്റേൺ ക്യാൻഡിൽ വരുന്നത്. ഇത് കറക്റ്റ് ബുള്ളിഷ് ക്യാൻഡിലാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫോളോ അപ്പ് ഉണ്ടായി. ദെൻ ആ ക്യാൻഡിലിന്റെ ഹൈ വെച്ചിട്ട് നമുക്ക് എന്തായി, ഒരു റീടെസ്റ്റ് നിന്ന് അവിടെ നിന്ന് പിന്നെയും നല്ലൊരു ക്യാൻഡിൽ വന്ന് ക്ലോസ് ചെയ്തു. സോ ഇവിടെയാണ് നമുക്ക് നല്ല ബൈ റേഞ്ച് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുക. സോ അവിടെ നിന്ന് നല്ല രീതിയിൽ ചെയ്തു. നേരെ വന്നത് എവിടെയാ, സപ്ലൈ സോണിൽ നിങ്ങൾക്ക് കാണാം. അവിടെ സപ്ലൈ സോണിൽ ഒരു ബീറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ആണ് ഇതെന്ന് പറയുന്നത്. ഒരു ഗ്രീൻ, അത് കഴിഞ്ഞിട്ടുള്ള റെഡ്. സോ ഇത് നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ഇല്ല, ഡൗൺവേർഡ് ക്യാൻഡിലാണ്. അത് ഇവിടെ വന്നു. അത് സപ്പോർട്ട് എടുത്തത് ഈ ഒരു ക്യാൻഡിലിനെ ഇന്ന് സപ്പോർട്ട് എടുത്ത ലെവലിലാണ്. കറക്റ്റ് പ്രൈസ് ആക്ഷൻ വൈസ് തന്നെയാണ് എല്ലാ ദിവസവും നിഫ്റ്റി പോകുന്നത്. ദെൻ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തു. പിന്നെ നമ്മൾ 21,700 എന്ന് പറയുന്ന ലെവലിന്റെ സ്ട്രാഡിൽ ഫോർമേഷൻ ആയിരുന്നു. അവിടെ നമുക്കൊരു കൺസോൾട്ടേഷൻ കിട്ടി. സോ അപ്പൊ അതാണ് നിഫ്റ്റിയുടെ ഒരു ഓൾ മാർക്കറ്റ് നമുക്ക് പറയാനുള്ളത്. ബിക്കോസ് ഇതാണ് നമ്മുടെ ഓൾ മാർക്കറ്റിലെ ഒരു എന്താ പറയാ, ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതാണ്. ദെൻ ഇനി ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ശരിക്കും നിഫ്റ്റിനെ ഒന്ന് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് ഒന്ന് കുറച്ചും കൂടി പുഷ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയും സെയിം ലെവലായിരുന്നു. ആൻഡ് സപ്പോർട്ട് ഡിമാൻഡ് സോണിലേക്ക് വന്നില്ല, ബട്ട് നമുക്ക് ഇവിടെ കാണാം നമുക്ക് നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചിട്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി ഉണ്ടായത്. ആൻഡ് അവിടെ നിന്ന് തന്നെ ഗ്രീൻ ക്യാൻഡിൽ ഒരു ചെറിയ സപ്പോർട്ട് എടുത്തു. ഇവിടെയാണ് ബാങ്ക് നിഫ്റ്റി കറക്റ്റ് ഒരു ഇൻട്രാഡേ പ്ലേയേഴ്സ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു ഈ ഒരു ക്യാൻഡിലാണ്. ദെൻ ക്വിക്ക്ലി ടു സപ്ലൈ സോണിലേക്ക് പോയി. സപ്ലൈ സോണിൽ നിന്ന് നമുക്ക് കാണാം ഇവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ കാണാം.
ഈ ഇവിടെ നമുക്ക് സെയിം ബിയറിഷ് ക്യാൻഡിൽ നിഫ്റ്റിന് ഉണ്ടായ പോലെ ബിയറിഷ് ക്യാൻഡിൽ നേരെ വന്നു 45 എന്നുള്ള സ്ട്രാഡിലാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ആ സ്ട്രാഡിൽ ഫോർമേഷനിൽ വന്ന് സപ്പോർട്ട് എടുത്തു, വീണ്ടും ഹൈ ആയി. സോ അൾട്ടിമേറ്റ്ലി നമ്മൾ എന്താ പറയാ, മീൻസ് നല്ല രീതിയിലുള്ള വോളറ്റൈൽ മാർക്കറ്റ് ആയിരുന്നു ഇന്നുണ്ടായ. എല്ലാവരും സേഫ് ആയിട്ട് തന്നെ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് നമ്മളും സേഫ് സ്ട്രാറ്റജിയാണ് ഇതിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് വർക്ക് ആവുന്നത്. അപ്പോൾ ബിക്കോസ് നിങ്ങളുടെ ക്യാപിറ്റൽ ആണ് എപ്പോഴും പ്രധാനമായിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട കാര്യം. സോ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ആൻഡ് ഇതാണ് ഇൻട്രാഡേ ലെവൽസ് ആൻഡ് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് നാളത്തെ ലെവൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ആൻഡ് എവിടെയാണ് നിഫ്റ്റിയുടെ സ്ട്രാഡിൽ ഫോർമേഷന് മാറ്റം ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ആൻഡ് സോ അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇനി ഒരു ലെവൽസ് സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് FIDA ഡാറ്റയും കൂടി നോക്കിയിട്ട് നമുക്ക് ഒരു ലാർജ് ടൈം ഫ്രെയിമിൽ എങ്ങനെയുണ്ട് നോക്കിയിട്ടും കൂടി നമുക്ക് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് നിഫ്റ്റി നോക്കാം. ഓക്കെ, നിഫ്റ്റിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ 21,700 സ്റ്റിൽ സ്ട്രാഡിലാണ് ആൻഡ് 21,800 സ്റ്റിൽ കോൾ ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് കാണാം വലിയ രീതിയിലുള്ള പുട്ട് ബിൽഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. ആൻഡ് PCR 0.7 ആണ്, നെഗറ്റീവ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ബട്ട് 21,700 എന്ന സ്ട്രാഡിൽ വിത്ത് പോസിറ്റീവിലാണ് നിൽക്കുന്നത്. ആൻഡ് 21,800 ഒരു റെഡും, ബിക്കോസ് അവിടെ നമുക്ക് എന്താ പുട്ട് അൺവൈൻഡിങ് കുറച്ചധികം നടന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് പുട്ട് ബിൽഡാണ് ലാസ്റ്റ് അത് ഇതെല്ലാമായിട്ട് കാണുന്നത്. എനിവേ നമ്മൾ ഇന്നലെ കണ്ട അത്രയും പുട്ടില്ല ഇന്ന് ഹിസ്റ്റോറിക്കൽ അനാലിസിസ് വെച്ച് നോക്കുമ്പോൾ പുട്ട് കുറച്ച് കുറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ 21,700 ആൻഡ് 21,800 തന്നെയാണ് സ്ട്രാഡിൽ. നമ്മൾ സെയിം ലെവലിൽ തന്നെ പറഞ്ഞു, ബിക്കോസ് ഇവിടെ നമുക്ക് റെസിസ്റ്റൻസ് തന്നെയാണ് 21,700 സ്ട്രാഡിലാണ്. ആൻഡ് 21,500 നമുക്ക് ലെസ് സപ്പോർട്ടായിരുന്നു. ബട്ട് അവിടെ നമുക്ക് കുറച്ചും കൂടി ഒരു സപ്പോർട്ട് ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. എന്തായാലും നാളെ നോക്കാം, നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാം. ആൻഡ് 22,000 തന്നെയാണ് ലാർജ് റെസിസ്റ്റൻസ്. സോ പിക്ചർ ഒന്നും മാറിയിട്ടില്ല, സെയിം പിക്ചറിൽ തന്നെയാണ് പോകുന്നത്. റെസിസ്റ്റൻസ് ചെറിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് എവിടെയുണ്ട്, പുട്ട് ബിൽഡിംഗ് വരുന്നോ ഇല്ലോ നോക്കുക. ആൻഡ് ഹ്യൂജ് റെസിസ്റ്റൻസ് 22,000 ആണ്. ആൻഡ് നല്ല സപ്പോർട്ട് 21,500 ആണ്. സ്റ്റിൽ അത് നല്ല സപ്പോർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് അവിടെ പുട്ട് ബിൽഡിംഗ് കുറവായത് കൊണ്ടാണ് നമ്മൾ ലൈറ്റ് ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ OA അനാലിസിസ് വെച്ച് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ 45,500 ഒരു സ്ട്രാഡിൽ. ബട്ട് അതൊരു വലിയ സ്ട്രാഡിലല്ല, ബിക്കോസ് അറ്റ് ദ മണിയിൽ നമുക്ക് നല്ല കോൾ ബിൽഡിങ്ങോ പുട്ട് ബിൽഡിങ്ങോ കാണാൻ കഴിയുന്നില്ല. അപ്പം എന്നാലും നമ്മൾ എന്താക്കാം, നമ്മൾ അതൊരു 45,500. നാളെ ഒരു കാര്യം ഓർക്കണം, നാളെ ബാങ്ക് നിഫ്റ്റി എക്സ്പയറിങ് കൂടിയാണ്. സോ എന്നിട്ടാണ് ഈ ഒരു ലെവലിൽ നമുക്ക് ലെസ് എമൗണ്ട് ഓഫ് കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് കാണാനും കഴിയുന്നത്. സോ എല്ലാവരും അഗ്രസീവ് അല്ല എന്നർത്ഥം. അപ്പോൾ 45,500 നമുക്ക് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് നിൽക്കുന്നത്. വിത്ത് കോൾ ആണ് നമുക്ക് അധികം നിൽക്കുക പുട്ടിനേക്കാളും. ബട്ട് അത് ചെറിയൊരു എമൗണ്ട് ഓഫ് ഉള്ളൂ. എങ്ങനെയാണ് നാളെ ഇനി ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇത് വേണമെങ്കിൽ ഒന്ന് തിരിയാം. ഇനി എല്ലാവരും അത് നോക്കുക. ആൻഡ് അറ്റ് ദ മണിയിൽ ഒന്നും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു മീൻസ് ഒരു പ്രിപ്പറേഷൻസ് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. ഹൈവേ സ്ട്രൈക്കിലാണ് 46 ആൻഡ് 45,000. ഇത് രണ്ടുമാണ് നമുക്ക്. 45,000 ആണ് നമുക്ക് ഇനി സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. 45,000 ഒരു ഹ്യൂജ് സപ്പോർട്ടാണെന്ന് പറയാൻ പറ്റില്ല. ആൻഡ് 46,000 നല്ല റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ ഓവറോൾ മാർക്കറ്റ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ആൻഡ് ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് ഇനി എങ്ങനെയാണ് ഇതിന്റെ മൂവ്മെന്റ് കാര്യങ്ങൾ നോക്കാം. 45,000 ആണ് നമ്മൾ എന്താക്കുന്നത്, നമുക്ക് സ്ട്രാഡിൽ ഫോർമേഷൻ ആയിട്ട് നിൽക്കുന്നത്. സോ അപ്പൊ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ലെവൽസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദെൻ FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റയിൽ ഇന്നലെ നമുക്ക് FIs ആൻഡ് പ്രോസ് ശരിക്കും എന്താ പറയാ, ഒരു ദിവസം ബുള്ളിഷ് ഒരു ദിവസം ബിയറിഷ്. സോ അത് രണ്ടുപേരും അങ്ങാടും ഇങ്ങാടും മാറി മറിയാണ്. ഇവിടെ നമുക്ക് FIs മൈൽഡ് ബുള്ളിഷ് ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. ഇന്നലെ എല്ലാവരും ബിയറിഷിലായിരുന്നു, ഇന്ന് എല്ലാവരും നേരെ തിരിഞ്ഞു. ആൻഡ് ക്ലയന്റ് നേരെ ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട്. സോ ക്ലയന്റിന്റെ സൈഡിലാണ് കുറച്ചും കൂടി പോയ എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഇന്നത്തെ ഇതിൽ ക്ലയന്റ് സ്ട്രോങ് ബിയറിഷ് ആണ്. സോ അപ്പൊ നാളെ എങ്ങനെയാവും ക്ലയന്റ് ആവും എന്ന് നോക്കാം. ബട്ട് സ്മാർട്ട് മണീസ് പറയുന്നത് സ്ട്രോങ് ബുള്ളിഷ് ആൻഡ് മാർക്കറ്റ് ഇൻ പോസിറ്റീവ് സെന്റിമെന്റ്സ് ആണ്. പ്രത്യേകിച്ച് രണ്ട് സൈഡിലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഇൻഡെക്സ് ഓപ്ഷൻസിൽ നല്ല രീതിയിലുള്ള ബുള്ളിഷ് ആണ് കാണുന്നത്. ദെൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ വെച്ച് നോക്കാം. ആദ്യം നമുക്ക് FISന്റെ ഇത് നോക്കാം. മൈൽഡ് ബുള്ളിഷ് ആണ് സമ്മറിയിൽ നമ്മൾ പറഞ്ഞത്. ഇവിടെ നമുക്ക് കാണാം ചെറിയ രീതിയിലുള്ള ഒരു കോൾ ബിൽഡിംഗ് വരുന്നുണ്ട്, പോസിറ്റീവ് സൈൻ ആണ്. ആൻഡ് പുട്ട് എന്ന് പറയുന്നത് മീൻസ്
അൾട്ടിമേറ്റ്ലി കുറച്ചുള്ളൂ, ബിക്കോസ് അത് നല്ല പോസിറ്റീവ് സൈൻ. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും പോസിറ്റീവ് സൈൻ ആണ്. 4000 പ്ലസ്, ജസ്റ്റ് 4000 ആണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ബൈ ചെയ്തിട്ടുള്ളൂ. സോ ഇന്നലെ നമുക്കൊരു നെഗറ്റീവ് ആയിരുന്നു, -2000 ആണ്. ബട്ട് അതിനെക്കാട്ടി കുറച്ചും കൂടി ഒരു പോസിറ്റീവ് സൈൻ ആണ്. സോ അവിടെ നമുക്കൊരു പോസിറ്റീവ് ഉണ്ട്. ദെൻ OI ഇൻഡെക്സ് ഓപ്ഷൻസിൽ കുറച്ച് ഒരു നെഗറ്റീവ് കാണാം. കോള് അൺവൈൻഡ് ആയിരുന്നു 42,000ലേക്ക്. ആൻഡ് പുട്ട് അവിടെ മീൻസ് പുട്ടിന് കുറച്ച് അഗ്രസീവ് ഉണ്ടായിട്ടുണ്ട്. സോ 97,000. അൾട്ടിമേറ്റ്ലി അതൊരു എന്താ പറയാ, അവിടെയും നമുക്കൊരു സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് എന്നാ പറയാൻ പറ്റുന്നുള്ളൂ. ബിക്കോസ് നല്ല രീതിയിലുള്ള നെഗറ്റീവ് അല്ല. അവിടെ കോൾ അൺവൈൻഡിങ് വന്നിട്ടും പുട്ട് ബിൽഡ് ചെയ്ത് വന്നിട്ടും നമുക്ക് ഇന്ന് നല്ലൊരു രീതിയിലുള്ള പുള്ളാണ് മേളിലേക്ക് കിട്ടിയേക്കുന്നത്. സോ അപ്പോൾ എങ്ങനെയുണ്ട് ഇന്ന് നാളെ നോക്കാം. ഞാൻ ഇവിടെ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആണ്. ഞാൻ FASന്റെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയിട്ട് തന്നെ മൂവ് ചെയ്യുന്നത്, 82, 83, 86. സോ ആ ലെവലിൽ തന്നെയാണ്. ഇവിടെ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് കുറഞ്ഞു വന്നു, ഇവിടെ വന്ന് കൂടിയിട്ട് ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മേ ബി നാളെ നമുക്കൊരു ഫ്ലാറ്റ് മാർക്കറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് FAS പറയുന്നത്. ദെൻ പ്രോ പറയുന്നത് കുറച്ചും കൂടി, പ്രോ നമുക്ക് നല്ല രീതിയിൽ രണ്ടും ബുള്ളിഷ് ആയിരുന്നു. സി പ്രോയിൽ നമുക്ക് കോൾ ചേഞ്ച് 5.41 ലാക്ക് ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് പുട്ട് അവിടെ നമുക്ക് മൈനസിലേക്ക് വന്നു. സോ അത് നമ്മൾ എന്താ പറയാ, പുട്ട് ബിൽഡിങ് മീൻസ് പുട്ട് ബയേഴ്സ് അവിടെ കുറഞ്ഞു വരുന്നുണ്ട്. സോ -1.48 ലാക്കാണ്, അവിടെ നമുക്ക് ബുള്ളിഷ് ആണ്. ആൻഡ് പ്രോയിൽ ദെൻ ഫ്യൂച്ചേഴ്സിൽ ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്, 20,000 ഫ്യൂച്ചേഴ്സ് ബിൽഡിങ് വരുന്നുണ്ട്. സി ആൻഡ് OA ഇൻഡെക്സ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോള് ഇതൊക്കെ വരുന്നത് 2.6 ലാക്കാണ്, ബുള്ളിഷ് ആണ്. ആൻഡ് ചെറിയ രീതിയിലാണ് ഒരു പുട്ട് ബിൽഡിങ് വരുന്നിട്ടുള്ളത്, 62. എനിവേ അതിനെക്കാട്ടി നല്ല രീതിയിൽ കോൾ ബിൽഡിംഗ് ഉണ്ട്. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഇന്നലത്തെക്കാളും നല്ല രീതിയിലുള്ള ബൈ സൈഡ് ഇന്ന് കാണാം. OA ഫ്യൂച്ചേഴ്സിലാണ് 43 കാണാൻ കഴിയുന്നത്. സോ FIL പ്രോ നല്ല രീതിയിലുള്ള പോസിറ്റീവ് ആണ്. ആൻഡ് ബിക്കോസ് FAS ചെറിയ രീതിയിലുള്ള ഒരു മൈൽഡ് ബുള്ളിഷ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ സമ്മറി അനുസരിച്ച് തന്നെ. ആൻഡ് FASന്റെ 376 crore ബൈയിങ്, DISും 274 crore ബൈയിങ്. ഇന്നലെ നമുക്ക് രണ്ടും പോസിറ്റീവ് ആയിരുന്നു, ഇന്നും രണ്ടും പോസിറ്റീവ് ആണ്. സി മാർക്കറ്റ് നെഗറ്റീവ് സെന്റിമെന്റ് ആണെന്ന് പറയുമ്പോഴാണ് നമുക്ക് പോസിറ്റീവ് ഡാറ്റാസ് വരുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അത് ശ്രദ്ധിക്കുക. ആൻഡ് ഇനി നമുക്കൊന്ന് ലാർജ് ടൈം ഫ്രെയിമിൽ ഒരു 1 day ക്യാൻഡിൽ ടൈം ഫ്രെയിമിൽ ഒന്ന് നോക്കാം. സി ഇവിടെ നമുക്ക് നല്ലൊരു രീതിയിലുള്ള, ഇവിടെയാണ് നമ്മളൊരു നല്ല ബൈ ക്യാൻഡിൽ ആയിട്ട്, സി ഇവിടെയായിരുന്നു നമുക്ക് നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറഞ്ഞത്. ഇവിടെ നിന്ന് പോയിട്ട് ദെൻ ഇവിടെ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറഞ്ഞു. ഈ സ്ഥലത്ത് നമുക്കൊരു പുൾ ബാക്ക് കിട്ടിയിട്ടുണ്ട്, വീണ്ടും അവിടെ തന്നെ വരുന്നതാണ്. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഇതൊരു ഡബിൾ ബോട്ടം ആയിട്ട് വേണമെങ്കിൽ കൂടാം. അറ്റ്ലീസ്റ്റ് നമുക്ക് ഈ ഒരു ഹൈ ആണ് നമുക്ക് ഫോർ അപ്പ് മൂവ്മെന്റിന് വേണ്ടിയിട്ട് ഇനി ഒരു ഹൈ പറയാൻ. ഇവിടെ 47ന്റെ ഒരു ബ്രേക്ക് കിട്ടിയാലാണ് നമ്മൾ എന്താക്കുള്ളൂ, നമുക്കൊരു നല്ലൊരു ഹൈ കിട്ടാനുള്ള ചാൻസ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് ഇനീഷ്യൽ ഇപ്പോഴും ഉണ്ട്, ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് നമുക്കൊരു ക്ലോസിങ്ങും കിട്ടി, അതിനുശേഷം ഒരു ഫോളോ അപ്പ് ക്യാൻഡിലും കൂടി കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ നല്ല രീതിയിലുള്ള ഒരു നെഗറ്റീവ് സെന്റിമെന്റിലേക്ക് പോയി എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ നമുക്ക് ഇത് ബാങ്ക് നിഫ്റ്റി ആണ്. ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ഇപ്പോൾ ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് കൺസോളിഡേഷൻ ലെവലാണ്. സോ ആ ലെവലിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ട്. സോ എല്ലാവരും മാക്സിമം നാളത്തെ കാര്യങ്ങളൊക്കെ ഇതിലൂടെയും കൂടി ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ ട്രേഡിന് നോക്കുക. എക്സ്പയറിങ് കൂടിയാണ്. ആൻഡ് നിഫ്റ്റി നോക്കാം. നിഫ്റ്റിയിലും നമുക്ക് ഒരു അപ്വേർഡ് ചാനൽ ഉണ്ടായിരുന്നു. ഈ ഒരു ചാനലിലേക്ക് ഇപ്പോഴും സ്റ്റിൽ ബാക്ക് ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റിൽ ഇവിടെ നമുക്ക് ആ ഒരു ചാനലിന്റെ ഇതൊരു ചെറിയ ചാനലാക്കിയാണ് വെച്ചത്. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് വന്നു, ഇവിടെ നമുക്ക് വീണ്ടും റിജക്ഷൻ ആണ് വന്നത്. ബട്ട് എനിവേ നമ്മൾ കംപ്ലീറ്റ്ലി ഔട്ട് ആയിട്ടും ഇല്ല. ഇവിടുന്ന് ഇത് വന്ന് നേരെ ആ ചാനലിലേക്ക് കയറാനൊക്കെ നോക്കി, ബട്ട് വീണ്ടും റിജക്ഷൻ വന്നിട്ട് സ്റ്റിൽ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ കാണാം നമുക്ക് ഇന്ന് നമുക്കൊരു നല്ലൊരു ഹാമർ പാറ്റേൺ നിഫ്റ്റിയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് നല്ലൊരു ഹാമർ പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എങ്ങനെയാണ് എന്നും കൂടി നോക്കിയിട്ട്, ബിക്കോസ് ഇവിടെ നമുക്ക് ഇനി ഒരു കണ്ടിന്യൂവേഷൻ ക്യാൻഡിലും കൂടി വന്നാൽ നിഫ്റ്റിയും ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ. അത് എപ്പോഴും ലെവൽ ശ്രദ്ധിക്കുക. ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലോ ആണ് ഫസ്റ്റ് ഇനീഷ്യൽ ബ്രേക്ക് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ഒരു കണ്ടിന്യൂവേഷൻ കിട്ടേണ്ടത്. ആൻഡ് ഈ ലോയിൽ നമ്മൾ
നമുക്ക് നല്ലൊരു സപ്പോർട്ട് ആവാൻ ചാൻസ് ഉള്ള ലോ ആണ് 21,000 എന്നുള്ള ലോ. ആൻഡ് അപ്പോൾ അതാണ് നമ്മൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ അനാലിസിസിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും കൃത്യമായ ലെവൽസ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. ആൻഡ് അതിനുള്ള ഇതാണ് നമ്മൾ മാക്സിമം ഈ ചാനലിലൂടെ നമ്മൾ നടത്തുന്നത്. സോ എല്ലാവരും ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും ഇത് ലൈക്ക് ചെയ്യുമെന്നും ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുമെന്നും ഒക്കെ വിചാരിക്കുകയാണ്. മാക്സിമം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളിലേക്കും കൂടി നിങ്ങളൊന്ന് എത്തിച്ചു കൊടുക്കാൻ നോക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.